മൂവാറ്റുപുഴയും പരിസര പ്രദേശങ്ങളും ഉൾപ്പെടുന്ന കിഴക്കൻ മേഖലയിൽ പെരുമ്പാമ്പുകളുടെ എണ്ണം അനിയന്ത്രിതമായി വർദ്ധിക്കുന്നത് ജനങ്ങളിൽ ആശങ്ക സൃഷ്ടിക്കുന്നു. ജനവാസ മേഖലകളിലും ഓഫീസുകളിലും വീടുകളിലും വരെ പെരുമ്പാമ്പുകൾ നിരന്തരമായി കടന്നുകൂടുകയാണ്. കഴിഞ്ഞ 15 ദിവസത്തിനിടെ 8 സ്ഥലങ്ങളിൽ നിന്നാണ് മൂവാറ്റുപുഴയിൽ പെരുമ്പാമ്പുകളെ പിടികൂടിയത്. മൂവാറ്റുപുഴയും പരിസര പ്രദേശങ്ങളും ഉൾപ്പെടുന്ന കിഴക്കൻ മേഖലയിൽ പെരുമ്പാമ്പുകളുടെ എണ്ണം അനിയന്ത്രിതമായി വർദ്ധിക്കുന്നത് ജനങ്ങളിൽ കടുത്ത ആശങ്ക സൃഷ്ടിക്കുകയാണ്. ജനവാസ മേഖലകളിലും വീടുകളിലും ഓഫീസുകളിലും വരെ പെരുമ്പാമ്പുകൾ നിരന്തരമായി കടന്നുകൂടുന്നു. കഴിഞ്ഞ 15 ദിവസത്തിനിടെ മൂവാറ്റുപുഴയിലും സമീപ പഞ്ചായത്തുകളിലുമായി 8 ഇടങ്ങളിൽ നിന്നാണ് പെരുമ്പാമ്പുകളെ പിടികൂടിയത്. മുൻപ് മാസത്തിലൊരിക്കൽ മാത്രം പെരുമ്പാമ്പുകളെ പിടികൂടിയിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ ആഴ്ചയിലൊരിക്കൽ പിക്കപ്പ് വാനുകളിൽ 10ഉം 20ഉം പെരുമ്പാമ്പുകളെയാണ് വനമേഖലകളിലേക്ക് മാറ്റുന്നതെന്ന് സർപ്പ വളണ്ടിയർ സേവി പൂവൻ പറയുന്നു. ബുധനാഴ്ച മാത്രം 3 ഇടങ്ങളിലാണ് പെരുമ്പാമ്പിനെ പിടിച്ചത്. കിഴക്കേക്കര മംഗലത്ത് ശോഭാ വേണുവിന്റെ പുരയിടത്തിൽ നിന്നും, ബദനിപ്പടി പാറയ്ക്കൽ ടവറിൽ നിന്നും, ഈസ്റ്റ് മാറാടിയിലെ വീട്ടിൽ നിന്നും പെരുമ്പാമ്പുകളെ പിടികൂടി. രാത്രികാലങ്ങളിൽ വാഹനസഞ്ചാരം കുറയുന്നതോടെ ഇവ റോഡുകളിലേക്കും ഇഴഞ്ഞെത്തുന്നത് അപകടം സൃഷ്ടിക്കുന്നുണ്ട്. ഓഫീസിലെ പഞ്ചിങ് മെഷീനുകളിലും വൈദ്യുത പോസ്റ്റുകളുടെ മുകളിൽ വരെയും പെരുമ്പാമ്പുകളെ കണ്ടെത്തുന്ന സാഹചര്യമുണ്ടായി. വെള്ളപ്പൊക്കവും മലവെള്ളപ്പാച്ചിലുമാണ് പാമ്പുകൾ ഇത്രയധികം നാട്ടിലെത്താൻ കാരണമെന്നാണ് വിലയിരുത്തൽ. മലവെള്ളത്തിൽ ഒലിച്ചെത്തിയ പാമ്പുകൾ അനുകൂല സാഹചര്യത്തിൽ മുട്ടയിട്ട് പെരുകുകയായിരുന്നു. പൂർണ്ണ വളർച്ചയെത്തിയ ഒരു പെരുമ്പാമ്പിനെ നേരിടാൻ മനുഷ്യനല്ലാതെ മറ്റു ജീവികൾ ജനവാസ മേഖലകളിൽ ഇല്ല എന്നതാണ് ഇവ മുട്ടയിട്ട് പെരുകുന്നതിന് സാഹചര്യം സൃഷ്ടിക്കുന്നത്. ഉയർന്ന ഈർപ്പമുള്ള കാലാവസ്ഥയും റബ്ബർ തോട്ടങ്ങൾ, കൈതച്ചക്കത്തോട്ടങ്ങൾ, ഉപേക്ഷിക്കപ്പെട്ട പറമ്പുകൾ, പൊന്തക്കാടുകൾ എന്നിവയും ഇവയ്ക്ക് സുരക്ഷിതമായി ഒളിച്ചിരിക്കാനും മുട്ടയിടാനും പറ്റിയ ഇടങ്ങളാണ്. ഒരു പെൺ പെരുമ്പാമ്പ് ഒരു തവണ 30 മുട്ടകൾ വരെ ഇടാറുണ്ട്. ശത്രുക്കളുടെ കുറവുള്ളതിനാൽ വിരിഞ്ഞിറങ്ങുന്ന കുഞ്ഞുങ്ങളിൽ ഭൂരിഭാഗവും അതിജീവിക്കുന്നു. വന്യജീവി സംരക്ഷണ നിയമപ്രകാരം കടുത്ത പരിരക്ഷയുള്ള ജീവിയായതിനാൽ ജനങ്ങൾ ഇവയെ ഉപദ്രവിക്കാറില്ലെന്നതും ഇവ പെറ്റുപെരുകാൻ കാരണമായിട്ടുണ്ട്. കുക്കിംഗ് ആരുടേതാണെങ്കിലും ഹൈസയുണ്ടെങ്കിൽ രുചിയുടെ മേളാങ്കമല്ലേ? എന്താലേ ഹൈസയുടെ ഒരു രുചി. ഇനി എല്ലാ ഫംഗ്ഷനും ഇവൻ തന്നെ താരം. ഹൈസ കറി പൗഡർ, the taste of royalty.